പ്രഭാകരനെ കുടിക്കാൻ ലേശം കഞ്ഞിവെള്ളം എടുക്കട്ടെ? ആയിക്കോട്ടെ. പ്രഭാകരേട്ടാ, മോൻ എപ്പോഴാ വന്നത്? ഭാര്യയും മോനും വന്നിട്ടില്ലേ? ഞാൻ ഒറ്റയ്ക്കാണോ പ്രഭാകരേട്ടാ? അവധിയൊക്കെ ഇല്ല. പിന്നെ ഉത്സവം കൂടി വീട്ടിലെ കുറച്ച് വസ്തുവിന്റെ ഇടപാടുകളൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് പോവാം. മോന് അമേരിക്കയിൽ സുഖമാണല്ലോ. അവിടെ എന്താണ് ജോലി? അവിടെ IT മേഖലയിലാണ് ജോലി. വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. നല്ല കാര്യം. ഈശ്വരൻ മോനെ അനുഗ്രഹിക്കും. പ്രഭാകരേട്ടാ, അജിക്കുട്ടിന്റെ വല്ല വിവരമാണോ? ഒരു വിവരവുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് ആശുപത്രി കിടക്കയിൽ നിന്ന് എണീറ്റ് ഒളിച്ചോടി പോയതാണ്. ഇതുവരെ ഒരു വിവരവുമില്ല. പൊന്മല ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ സമയത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇവിടെ വന്നു പോയതായി നാട്ടുകാർ പറഞ്ഞു കേട്ടു. ഇപ്പോഴും ഇവിടെ എവിടെയോ വന്നതായി അറിയാൻ കഴിഞ്ഞിട്ടു. ആളറിയാൻ മേലാത ഒരു പിച്ചക്കാരനെ പോലെയാണ് നടത്തുന്നത്. പറഞ്ഞു കേട്ടു. മനസ്സിലൊരു തീരാവേദനയായി. ഞാൻ മരിക്കുന്നതും വരെ ഈ നൊമ്പർ എന്നെ കൂടി ഉണ്ടാകും. എല്ലാം എന്റെ കുറ്റാണ്. എന്റെ കയ്യബദ്ധം. ഉറ്റ ചങ്ങാതിയുടെ കണ്ണു തകർത്ത് ജീവിതം നശിപ്പിച്ച ഒരു മതഭാഗ്യം. ആ ദുഃഖം ജീവിതകാലം മുഴുവൻ എന്നെ വേട്ടയാണ്. വിഷമിക്കാതെ മോനെ. കൊച്ചറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ലോ. കളിച്ചപ്പോൾ ഉണ്ടായ ഒരു കയ്യബദ്ധം. അതിനിപ്പോൾ എന്ത് ചെയ്യാം? അമ്മയില്ലാതെ വളർന്നു ചെറുക്കനായിരുന്നു ചിക്കുട്ടി. ജീവിതത്തോട് അവന് വലിയ പ്രതീക്ഷയായിരുന്നു. പഠിച്ചു വലിയവനായി അച്ഛന്റെ വിഷമങ്ങളെല്ലാം മാറ്റണമെന്ന് അവന് വലിയ ആഗ്രഹമായിരുന്നു. എന്ത് ചെയ്യാം? ദുർവിധി അവനെ വേട്ടയാടി. ആ ദുഃഖത്തിലായിരിക്കാം അവൻ നാട് വിട്ടത്. കണ്ണു പോയപ്പോ കുഞ്ഞിന്റെ മനസ്സ് പതറിപ്പോയി കാണും. പരീക്ഷ പോലും മുഴുവനാകാതെ അല്ലേ കുഞ്ഞു നാട് വിട്ട് കളഞ്ഞത്. കണ്ണ് ദാനം കിട്ടുന്ന മുറയ്ക്ക് അവന്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിവെക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. പക്ഷേ ഞാനെന്നാൽ പാടത്തേക്ക് നീങ്ങട്ടെ. പണി ഒത്തിരി തീരുവാനുണ്ട്. പിന്നെ കാണാം മോനെ. പ്രഭാകര, ഉത്സവത്തിന് കൊടി കയറുന്ന ദിവസമല്ലേ ഇന്ന്? ഇന്നത്തെ പണി അല്പം നേരത്തെ നിർത്തിയേക്കൂ. നമ്മൾക്ക് അമ്പലത്തിൽ പോകാനുള്ളതാണ്. എന്നാ ഇതെരിക്കട്ടെ. എനിക്ക് പൈസയൊന്നും വേണ്ട. വല്ലാതെ വിശക്കുന്നു. എന്തെങ്കിലും കഴിക്കാൻ തന്നാൽ മതി. അമ്മേ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെ കൊടുക്കാൻ. വിശക്കുന്നു. ദാ ഞാൻ ഇപ്പൊ വരുന്നു. നിങ്ങൾ എവിടുന്നാ വരുന്നേ? വീട്ടിലാരുമില്ലേ? എനിക്ക് ആരുമില്ല. ഞാൻ അനാഥനാണ്. പാലക്കാട്ട് തോട്ടശ്ശേരിയിലാണ് എൻ്റെ വീട്. പന്മന ദേവിയുടെ ഉത്സവത്തിന് ഞാൻ മിക്കപ്പോഴും നാട്ടിൽ വരാറുണ്ട്. ദാ പൊടിയേരിക്കഞ്ഞിയാണ്, കുടിച്ചോളൂ. വലിയ ഉപകാരം. ഇനി എന്തെങ്കിലും വേണോ? കണ്ണിമാങ്ങ അച്ചാറോ? കണ്ണിമാങ്ങ അച്ചാറോ? ആ അതെ, കണ്ണിമാങ്ങ അച്ചാർ. ദാ ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. ഇന്നാ കണ്ണിമാങ്ങ അച്ചാറ്. നീ സതീശനല്ലേ? നിങ്ങൾ ആരാ? നിങ്ങൾ അതിനെ എന്നെ അറിയുന്നത്?
എട്ടുപുറ വീട്ടിലെ കണിമാങ്ങ അച്ചാറിന്റെ ടേസ്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല. നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ല. വർഷങ്ങൾക്ക് മുമ്പ് നീ തെറ്റാലിക ചെയ്ത് കണ്ണു കളഞ്ഞ നിന്റെ സുഹൃത്ത് അജിക്കുട്ടനെന്ന് ഓർമ്മയുണ്ടോ? അജി, അജിക്കുട്ട, നീ അതെടാ മുടമ്പ് നീ തെറ്റാലിക ചെയ്ത് കണ്ണു കളഞ്ഞ നിന്റെ സുഹൃത്ത് അജിക്കുട്ടനെന്ന് ഓർമ്മയുണ്ടോ? അജി, അജിക്കുട്ട, നീ അതെടാ മുളച്ചു വന്നപ്പോഴേ താമ്പെടുത്തു നീ ജീവിതം നശിപ്പിച്ച അജിക്കുട്ടൻ. വർഷങ്ങൾ നീണ്ട പകയാണ് എനിക്ക് നിന്നോടുള്ളത്. നിന്നെ ഞാൻ കൊല്ലും, നിന്നെ കൊല്ലും ഞാൻ. ഒരുപടി പ്രതീക്ഷകളും ആശകളുമായി പഠിച്ചു വലിയവനായി ജീവിതം കരിപ്പിടിപ്പിക്കുവാൻ ആഗ്രഹിച്ചു വെറും സാധുവായ ഒരു കുട്ടിയുടെ കണ്ണ് കുത്തി അവന്റെ മനസ്സ് ശരീരം തളർത്തി അവയെ ദേശാടനത്തിന് അയച്ച ഒരു പരമചരിയാണ്. നിന്നെ ഞാൻ കൊല്ലും, നിന്നെ കൊല്ലും. നിന്നെ വിടില്ല, വിടില്ല, നിന്നെ വിടില്ലടാ. ഇതെന്താണെന്നറിയാമോ? തെറ്റായി. വർഷങ്ങൾക്ക് മുമ്പ് നീ എന്റെ കണ്ണു പിഴുതെടുത്തുടഞ്ഞ അതേ തെറ്റായി. അത് വെച്ച് നിന്റെ കണ്ണു ഞാൻ പിഴുതെടുത്തു. അയ്യോ, അയ്യോ, മോളി വരണേ. ദൈവമേ, ആരെങ്കിലും മോളി വരണേ. അയ്യോ, എന്താണ് സംഭവിക്കുന്നത്? മോനെ അജിക്കുട്ടാ, ക്ഷമിക്കടാ, ഒന്ന് ക്ഷമിക്കടാ. നിന്റെ പഴയ കൂട്ടുകാരനല്ലടാ. എന്റെ ജീവിതം തകർത്തവനെ ഞാൻ വിടില്ല. അയ്യോ, ഓടി വായോ, ആരെങ്കിലും ഓടി വായോ, ആരെങ്കിലും ഓടി വായോ. പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. അജി, അജിക്കുട്ട, എന്റെ പൊന്നു മോനെ, നീ എന്റെ കണ്ണ് ഞാൻ മാറ്റി വെച്ചതാ. അതിന്റെ ചെലവ് മുഴുവൻ ഞാൻ വഹിച്ചോളാം. എടാ പൊന്നു മോനെ, അബദ്ധമൊന്നും കാണിക്കരുത്. നീ ആ തെറ്റാതെ മാറിയത് മോനെ. അജി, ഇനി എന്തിനെനിക്ക് കണ്ണു? 2 ദശകം മുഴുവൻ മാനസിക നില നഷ്ടപ്പെട്ട് ഭ്രാന്തനായി അലഞ്ഞു നടന്ന എനിക്ക് ഇനി എന്തിനെനിക്ക് കണ്ണു? മകനെ അജിക്കുട്ട, നീ ആ തെറ്റാലി നാഴിയുടെ അച്ഛൻ പറയുന്നത് നീ കേക്ക്. ആ തെറ്റാലി നാഴിയുടെ മോനെ ഇനി ഈ വീട്ടിൽ നമുക്കൊരു ദുരിതം വേണ്ട. മകനെ, നീ അച്ഛൻ പറയുന്നത് നീ കേൾക്കണം. ഇല്ല അച്ഛാ, ഇവരെ കണ്ണിനെ തകർക്കും. എനിക്ക് ഇവരോട് പക വെക്കണം. ഇവരെ കൊല്ലും. അച്ഛനെ കൊന്നു കളഞ്ഞ എനിക്കിത് ജീവിക്കണ്ട. എങ്ങനെയൊരു ജീവിതം എനിക്ക് ജീവിക്കണ്ട. എനിക്ക് ജീവിക്കണ്ട. ഇല്ല മോനെ, എനിക്ക് ഇനിയും ഒരു ജീവിതം ബാക്കിയുണ്ട്. മോനെ അജി, നിന്റെ കണ്ണ് മാറ്റി വെക്കാനുള്ള പണമൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നീ വിഷമിക്കാമോ? എനിക്ക് ജീവനുള്ളിടത്തോളം കാലം
നിന്റെ കണ്ണ് ഞാൻ മാറ്റി വെച്ച് തരും. നീ വിഷമിക്കാതെ മോനെ. മോനെ എണീറ്റ് വാ, നമുക്ക് വീട്ടിൽ പോകാം. നമുക്ക് ഇനി ഒരു പുതിയ ജീവിതം തുടങ്ങാം. വാ മോനെ, എണീറ്റ് വാ. വാ എന്റെ മോനെ എണീക്കടാ, വാ എണീറ്റ് വാ.